കേരളത്തെ പിടിച്ചുകുലുക്കി വീണ്ടും ബാർക്കോഴ വിവാദം. ബാർക്കോഴയിൽ UDFിനെ മുൾമുനയിൽ നിർത്തിയ CPM തന്നെ പുതിയ വിവാദത്തിൽ ആരോപണ വിധേയരായി നിൽക്കുന്നു എന്നതാണ് വൈരുദ്ധ്യം. എങ്ങനെയാണ് പുതിയ ബാർക്കോഴ ആരോപണം പുറത്തു വന്നത്? അതിലേക്ക് ഒരു അന്വേഷണം. ബാർ ഉടമകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പിരിവ് വാങ്ങുന്നതായി ആരോപിച്ച് എക്സൈസിന് ഊമക്കത്ത് ലഭിച്ചതാണ് തുടക്കം. രാഷ്ട്രീയക്കാർക്ക് കോഴ നൽകാനായാണ് പിരിവെന്നായിരുന്നു കത്തിലെ ആരോപണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ലഭിച്ച കത്തിനെക്കുറിച്ച് എക്സൈസ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് CIക്കാണ് അന്വേഷണത്തിൻ്റെ ചുമതല. എക്സൈസ് ആസ്ഥാനത്താണ് ഊമക്കത്ത് ലഭിച്ചത്. കത്ത് എക്സൈസ് വിജിലൻസ് വിഭാഗത്തിന് കൈമാറി. വിജിലൻസ് വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് CIക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബാർ ഉടമകളിൽ നിന്ന് കോഴ വാങ്ങുന്നതായും ഇക്കാര്യം അന്വേഷിക്കണമെന്നുമാണ് കത്തിലുണ്ടായിരുന്നത്. മറ്റ് സൂചനകളൊന്നും കത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കത്ത് ലഭിച്ച സാഹചര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന പണപ്പിരിവിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ബാർക്കോഴ വിവാദമെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. ബാർ ഉടമകളിൽ നിന്ന് 3 ലക്ഷം രൂപ വീതം തിരഞ്ഞെടുപ്പ് കാലത്ത് പിരിച്ചെടുത്തെങ്കിലും പണം എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. ഇതേ തുടർന്ന് ബാർ അസോസിയേഷനുള്ളിൽ തർക്കമുണ്ടായതായി എക്സൈസിന് വിവരം ലഭിച്ചു. വീണ്ടും പണം പിരിക്കാനുള്ള ശ്രമമാണ് ബാർ ഉടമകളുടെ സംഘടനയിൽ തർക്കത്തിനിടയാക്കിയതെന്നും ശബ്ദ സന്ദേശം പുറത്തു വന്നതിനും പിന്നിലെന്നും കരുതുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് കേരളത്തെ പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള രണ്ടാം ബാർക്കോഴ വിവാദത്തിന് തീപിടിച്ചത്. മദ്യനയം ബാർ മുതലാളിമാർക്ക് അനുകൂലമായി മാറ്റുന്നതിന് ഓരോ ഹോട്ടലുകളും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന് ബാർ ഉടമകളുടെ സംഘടനാ നേതാവിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. വ്യാഴാഴ്ച ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ്റെ എറണാകുളത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനമെന്ന നിലയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ്റെ ശബ്ദ സന്ദേശമെന്ന നിലയിലാണ് ആരോപണം പുറത്തു വന്നത്. സംഘടനയുടെ ഇടുക്കി ജില്ലാ ഗ്രൂപ്പിലാണ് സന്ദേശം പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ തന്നെ ഒരു ബാർ ഹോട്ടലുകാരിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതം പിരിക്കാൻ സംഘടന തീരുമാനിച്ചിരുന്നു. എന്നാൽ പലരും പിരിവ് നൽകിയില്ല. ഇതേ തുടർന്ന് അംഗങ്ങൾ പിരിവ് നൽകണമെന്ന സംഘടനയുടെ കർശന നിർദ്ദേശം നേതാവ് ഗ്രൂപ്പിലിടുകയായിരുന്നു. ശബ്ദ സന്ദേശം വന്ന ശേഷം അനിമോനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായിട്ടില്ല. ടൂറിസം മേഖലയെ ബാധിക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി എല്ലാ മാസവും 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ സർക്കാരിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം നൽകിയ ശുപാർശകളിൽ ഒന്നാണിത്. അതിനിടയിലാണ് പുതിയ വിവാദം എത്തിയിരിക്കുന്നത്.